തലശ്ശേരി ഫസൽ വധക്കേസിലെ നിർണായക തൊണ്ടി മുതൽ കോടതിയിൽ നിന്ന് കാണാതായ സംഭവത്തിൽ റിപ്പോർട്ട് തേടി കൊച്ചി CBI കോടതി എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയോടാണ് റിപ്പോർട്ട് തേടിയത്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം അന്വേഷണം പ്രഖ്യാപിക്കും. രക്തം പുരണ്ട തുവാലയാണ് കാണാതായത്. ജിജീഷ് കരുണാകരൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ജിജീഷ്, നമുക്കറിയാം ഈ ഫസൽ വധക്കേസ് തുടക്കം മുതൽ തന്നെ വലിയ ദുരൂഹത നിലനിന്നൊരു കേസാണ്. NDFന്റെ നേതാവായ ഫസലിനെ പെരുന്നാൾ ദിവസത്തിന് തൊട്ട് തലേന്ന് CPMന്റെ ഗുണ്ടകൾ വെട്ടിക്കൊല്ലുന്നു. എന്നിട്ട് ഫസലിൻ്റെ രക്തം പുരണ്ട തുവാല RSSന്റെ ശക്തി കേന്ദ്രത്തിൽ കൊണ്ടിടുന്നു. അങ്ങനെ പെരുന്നാൾ ദിവസം RSSും NDFും തമ്മിലുള്ള വലിയൊരു സംഘർഷം അവിടെ CPM പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അടിമുടി ദുരൂഹത നിറഞ്ഞ ചതി നിറഞ്ഞ ഒരു സംഭവമാണ് ഫസൽ വധക്കേസ്. കാരാരാജൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പ്രതിയാണ്. അപ്പോൾ ഇതിൽ ഈ തൊണ്ടി മുതൽ കോടതിയിൽ നിന്ന് കാണാതായി എന്നതിനെ എത്രത്തോളം ഗൗരവമായി CBI കോടതി നോക്കിക്കാണുകയാണ്? ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് CBI കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഗൗതം പറഞ്ഞതുപോലെ തന്നെ അതിഗൗരവമുള്ള ഒരു കൃത്യം തന്നെയാണ് ഒരു കോടതിയിൽ നിന്ന് നടന്നിരിക്കുന്നത്. കോടതിയുടെ അണ്ടറിലുള്ള കോടതി സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തൊണ്ടി മുതൽ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് ഈ ഫസൽ വധക്കേസിൽ രക്തം പുരണ്ട തൂവാല നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസ് വഴിതിരിച്ചുവിടാനുള്ള ആസൂത്രിത ശ്രമമായിരുന്നു CPM ക്രിമിനൽ സംഘം തുടക്കം മുതൽ തന്നെ നടത്തുകയും ചെയ്തത്. ഫസലിനെ കൊലപ്പെടുത്തിയ ശേഷം 2006 ഫസലിനെ കൊലപ്പെടുത്തിയതിന് ശേഷം ഫസലിൻ്റെ ശരീരത്തിലെ രക്തം പുരണ്ടിട്ടുള്ള ഒരു തൂവാല ഉണ്ടായിരുന്നു. ആ തൂവാല അവരുടെ കൈവശമുള്ള തൂവാലയാണ് രക്തത്തിൽ മുക്കിയതിന് ശേഷം RSSന്റെ ശക്തി കേന്ദ്രത്തിൽ തലശ്ശേരി അണ്ടല്ലൂരുള്ള ധർമ്മടം അണ്ടല്ലൂരിലുള്ള RSSന്റെ ശക്തി കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഇട്ടത്. RSS പ്രവർത്തകരുടെ വീടിന് മുന്നിൽ ഈ തൂവാല ഇട്ടത് പ്രവർത്തകരാണ് എന്ന് ചിത്രീകരിക്കാനായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത്. ഈ ഒരു രക്തം പുരണ്ട തൂവാലയാണ് ചെണ്ടുകളിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം സാക്ഷി വിസ്താരം നടന്നിരുന്നു. ഇതിനിടയിൽ ഒരു സാക്ഷിയെ വിസ്തരിക്കുന്ന ഘട്ടത്തിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. അതായത് സീൽ ചെയ്ത കവറിനുള്ളിൽ നിന്ന് ഈ തൂവാല രക്തം പുരണ്ട തൂവാല നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അതിന് പുറത്ത് എഴുതി വച്ചിരുന്നത് ഇത് എലി കരണ്ട് കൊണ്ടുപോയി എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ തന്നെയാണ്. എന്നാൽ എലി കരണ്ട രീതിയിലായിരുന്നില്ല, പകരം കീറിയെടുത്തുകൊണ്ടുപോയ രീതിയിലായിരുന്നു ആ കവർ ഉണ്ടായിരുന്നത് എന്ന് കോടതിക്ക് പ്രാഥമികമായി തന്നെ വിലയിരുത്താനും കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രോസിക്യൂഷൻ അടക്കം കോടതിയോട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കോടതി കടക്കുന്നത്. അങ്ങനെയാണ് CBI കോടതിയോട് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്, എവിടെയാണ് വീഴ്ച പറ്റിയിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് കോടതിക്ക് നൽകണമെന്നാണ് ഇത് സംബന്ധിച്ച ഒരു നിർദ്ദേശത്തിൽ നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക. പ്രത്യേകിച്ച് കാരായി രാജൻ MLA ഈ കേസിൽ 8ാം പ്രതിയാണ്. സ്വാഭാവികമായും ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ട കാരായി രാജൻ ഈ കേസിൽ പ്രധാനപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെടുകയാണ് എങ്കിൽ രാജിവെക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൂടി ജിജീഷ്, തലശ്ശേരി ഫസൽ വധക്കേസിൽ കോടതിയിൽ നിന്ന് തൊണ്ടി മുതൽ കാണാതായ സംഭവത്തിൽ ഇപ്പോൾ CBI കോടതി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. വളരെ സങ്കീർണമായ ഒരു കേസാണിത്. കാരാരാജൻ ഉൾപ്പെടെയുള്ളവരാണ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. കേസിന്റെ തുടക്കം മുതൽ തന്നെ അടിമുടി ദുരൂഹതകൾ നിലനിന്നിരുന്നു. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.